നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മത്ത് മുസ്ലിം ഉമ്മത്തിന്റെ രൂപീകരണമാണ്. അതുവരെ അവിടെ ഉണ്ടായിരുന്നത് ഗോത്രങ്ങളായിരുന്നു, വംശങ്ങളായിരുന്നു. സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ഒരാളെ മാത്രം മനുഷ്യനായി പരിഗണിച്ചിരുന്നൊരു കാലമായിരുന്നു. വേറെയുള്ള ഒരു ഗോത്രത്തിൽ ഒരാളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്തൊരു കാലമായിരുന്നു. അവിടെ ഉമ്മത്ത്, ഒരു സമൂഹം എന്നൊരു കോൺസെപ്റ്റ് തന്നെ അവർക്ക് സങ്കല്പിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് എല്ലാ ഗോത്രങ്ങളെയും ഒരുമിപ്പിച്ച് ഗോത്രവൈജാത്യങ്ങൾക്കപ്പുറം അതുപോലെ വേഷങ്ങളെയും വർണ്ണങ്ങളെയും മാറ്റിവെച്ച് അടിമയും സ്വതന്ത്രനും വകഭേദമില്ലാതെ ഒരൊറ്റ ഉമ്മത്താവുക എന്ന് പറയുന്ന ലക്ഷ്യം ഹിജറയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് രൂപീകൃതമാകാൻ ഹിജറ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. എല്ലാവരും ഒറ്റ സമുദായമായി, ഒറ്റ സമൂഹമായി, ഒരാദർശമുള്ള, ഒരു ലക്ഷ്യമുള്ള, ഒരു പ്രവർത്തന മാർഗമുള്ള, അങ്ങനെ വിഷനും മിഷനും ഏകീകരിക്കപ്പെട്ട ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന സമുദായത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യപ്പെടുത്തി, രൂപപ്പെടുത്തി. അങ്ങനെയാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളുടെ ഉത്തമ സമൂഹമാണ്. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല, ആളുകളോട് നന്മ കൽപ്പിക്കുക, ആളുകളിൽ തിന്മ തടയുക എന്ന ദൗത്യമാണ്. ഈ ദൗത്യം നിർവഹിക്കാത്ത കാലത്തോളം നിങ്ങൾ ഉമ്മത്ത് മുസ്ലിം അല്ല. നിങ്ങളുടെ നെറ്റിയിൽ നിസ്കാരത്തായ്മുണ്ടായാലും ശരി, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്താലും ശരി, ഉമ്മത്ത് മുസ്ലിമേ ആവണമെങ്കിൽ ഈ മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മിഷൻ എല്ലാവരും നിർവഹിക്കണം. അങ്ങനെ ഒരു ഉമ്മത്തിനെ നിർമ്മിച്ച് ആ ഉമ്മത്തിന്റെ ലക്ഷ്യവും ദൗത്യവും കൃത്യപ്പെടുത്തി എന്നത് ഹിജറയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അതിൽ പ്രായോഗിക രൂപം എന്ന് പറഞ്ഞ മുഹാജിറുകളും അൻസാറുകളും ഹൗസ് ഖസറജ് ഗോത്രങ്ങളെല്ലാം വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള ആളുകളാണ് അവർ. ചെറിയ കാരണം, നിസ്സാരമായ കാര്യത്തിൽ ഒരൊട്ടകം വേറൊരു ഗോത്രത്തിന്റെ തടാകത്തിൽ വെള്ളം കെട്ടി നിർത്തിയ ടാങ്കിൽ തടാകത്തിൽ പോയി വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ മാസങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടവർ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി. ആ മനുഷ്യരെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടാണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യരെ എന്ന് വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അന്ന് മനുഷ്യരെ എന്ന് വിളിച്ചാൽ മനസ്സിലാവൂല. കാരണം ഗോത്രങ്ങൾ അവരെ മുന്നിലുള്ളൂ. ആ ഗോത്രങ്ങൾ മാത്രം മതവും അതുപോലെ തന്നെ ലക്ഷ്യവും ദൗത്യവുമായി മനസ്സിലാക്കിയ ഒരു ജനതയുടെ മുന്നിൽ വലിയ ലക്ഷ്യവും ദൗത്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവർ ഒറ്റ ഉമ്മത്താക്കി എന്നത് കുന്തും ഖൈറ ഉമ്മ, ഉമ്മത്ത് മാത്രമല്ല ഉത്തമ സമൂഹമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി. അതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഹിജ്റത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് നീതിയും ധാർമ്മികതയും അടിസ്ഥാനമാക്കി ഒരു വ്യവസ്ഥ റസൂലുള്ളാഹി രൂപീകരിച്ചു. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണ്? ഒന്ന് അദലാണ്, ജസ്റ്റിസാണ്, സാമൂഹ്യ നീതിയാണ്, ധാർമ്മികതയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങൾ ഇതാണ്. ഒന്ന് നീതി ഉണ്ടാവണം, ധാർമ്മികത ഉണ്ടാവണം. ആ നീതിയും ധാർമ്മികതയും അടിസ്ഥാനമാക്കിയൊരു വ്യവസ്ഥ രൂപീകരിച്ചു. വെറുതെ ആളുകളെ വിളിച്ചുകൂട്ടി ആവേശഭരിതരാക്കുകയല്ല ചെയ്തത്. ആ ആളുകൾക്ക് ഒരു ലക്ഷ്യം നിർണയിച്ചു. ആ ജനതക്ക് നിർവഹിക്കാൻ ആവശ്യമായ ഒരു ദൗത്യം അവരെ മുന്നിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവർക്കൊരു വ്യവസ്ഥ, ഒരു ചിട്ടവട്ടം രൂപീകരിച്ചു. അതിന് നേരത്തെ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു, മദീന ചാർട്ടർ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപീകരിച്ചു.